ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പൗരസ്വീകരണത്തിൽ അവസാനമായി സലീമേട്ടനുമായി ഒരു വേദി പങ്കിടാൻ സാധിച്ചു. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹത്തെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഹാസ്യാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്റ്റേജ് ഷോകളിൽ നിന്ന് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയെ ദേശീയ ശ്രദ്ധ നേടിയ ഒരു നടനായി അംഗീകരിക്കപ്പെട്ട ശ്രീ സലീമേട്ടൻ ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഏറെ സൗഹൃദമുള്ള ഒരാളാണ്. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും വലിയ ഒരു നഷ്ടമാണ്. അദ്ദേഹം ഒരുപാട് നിലപാടുകൾ നിൽക്കുന്ന നിലപാടുകളൊക്കെ പറയുന്ന ഒരു തലമുറയെ മുഴുവൻ ചിരിപ്പിച്ച, അതിനുശേഷമുള്ള തലമുറയും നവമാധ്യമങ്ങളിലൂടെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ അധികനായ കലാകാരനാണ്. കലയിൽ എല്ലാവർക്കും ഉള്ളൊരു വലിയ നഷ്ടമാണ്. ഞങ്ങൾ 10-30 വർഷമായിട്ട് ഒരുമിച്ച് ഓഡിയോ കാസറ്റിൽ നിന്ന് തുടങ്ങിയ ബന്ധമാണ്. സിനിമയിൽ നിന്ന് തുടങ്ങിയാണെങ്കിൽ ഞങ്ങളെല്ലാം ഓഡിയോ കാസറ്റിൽ നിന്ന് തുടങ്ങി സിനിമയിലെത്തി. അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഗ്രാമഫോൺ എന്നുള്ള കമൽ ചിത്രത്തിന് ശേഷമാണ് കൂടുതൽ കാമ്പുള്ള അല്ലെങ്കിൽ കഴമ്പുള്ള വേഷങ്ങളിലേക്ക് അദ്ദേഹം വന്നതെന്ന് കാണാം. ഈ ഗ്രാമഫോൺ സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് സലീംകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇത്തരത്തിൽ ഈ തബല വായിക്കുന്ന ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് കമൽ തന്നോട് പറഞ്ഞു. വളരെ പെട്ടെന്നുള്ളൊരു ആവേശത്തിൽ ഞാനത് ചെയ്തു കൊള്ളാമെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് അതേക്കുറിച്ച് ഓർത്തപ്പോൾ പേടിയായി. അതുകൊണ്ട് തന്നെ മറ്റൊരു സിനിമയുടെ സെറ്റിലേക്ക് മുങ്ങുകയാണ് ചെയ്തത്. എന്നാൽ കമൽ പിടിവിടാതെ തന്നെ പിന്തുടർന്നു. സലീംകുമാർ ചിത്രത്തിൽ വന്നേ മതിയാകുമെന്ന് നിർബന്ധം പറഞ്ഞു. അങ്ങനെയാണ് ഗ്രാമഫോണിലെ തബല വായിക്കുന്ന ഭാസ്കരൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലേക്ക് എത്തിയത് എന്നാണ് സലീംകുമാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ കഥാപാത്രത്തിന് ശേഷം പിന്നീട് സലീംകുമാറിന് വെച്ചടി കയറ്റുമായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒട്ടേറെ നല്ല വേഷങ്ങളാണ് പിന്നീട് സലീംകുമാറിനെ തേടിയെത്തിയത്. ഹാസ്യ കഥാപാത്രങ്ങളായിരുന്നാലും മുൻപ് പറഞ്ഞതുപോലെ പ്രേക്ഷകർ ഏറ്റുപറയുന്ന ഡയലോഗുകൾ, അല്ലെങ്കിൽ തിയേറ്ററിൽ പൊട്ടിച്ചിരികളുടെ അലമാലകൾ ഉയർത്തിയ ഡയലോഗുകൾ, സീനുകൾ, അതൊക്കെയാണ് സലീംകുമാറിനെ തേടിയെത്തിയത്. കൂടാതെ അച്ഛനുറങ്ങാത്ത വീട് പോലുള്ള, അല്ലെങ്കിൽ ആദാമിൻ്റെ മകൻ അബുവിൻ്റെ ആ സിനിമയിലെ വേഷം പോലുള്ള ഒട്ടേറെ അങ്ങേയറ്റം കാമ്പുള്ള, കണ്ണ് നനയിക്കുന്ന നല്ല നല്ല കഥാപാത്രങ്ങൾ സലീംകുമാറിനെ തേടിയെത്തുകയും ചെയ്തു. ശരിക്കും മിമിക്രിയിലൂടെയാണ് കടന്നു വന്നത് എങ്കിൽ തന്നെ ഒരു ചലച്ചിത്രകാരനാകാനായിരുന്നു അദ്ദേഹത്തിൻ്റെ നിയോഗം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രമാത്രം കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിച്ചത്. ഒരു പക്ഷേ ഹാസ്യം ചെയ്തുകൊണ്ടിരുന്നതിനിടെ അവിടുന്ന് ഒന്ന് തെന്നിമാറി സീരിയസ് കഥാപാത്രങ്ങളിലേക്ക് വന്ന് ആ സീരിയസ് കഥാപാത്രങ്ങളെയും വിജയകരമായി അവതരിപ്പിച്ച് ദേശീയ അവാർഡ് വരെ നേടിയ ഒരു നടനെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം. അതിന് ഉടമയാണ് നമ്മുടെ സലീംകുമാർ എന്നാണ് ഏവരും പറയുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അഭിനയശേഷിയുടെ തെളിവ് എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഓരോ ചിത്രങ്ങളിലും എന്തെങ്കിലുമൊക്കെ സീനുകൾ തന്നെ എക്കാലവും ഓർമ്മിപ്പിക്കാൻ അവശേഷിച്ചു പോയ കലാകാരൻ കൂടിയാണ് സലീംകുമാർ. സലീംകുമാറിന് ഇന്ന് 3 മണിയോടുകൂടി മലയാള ചലച്ചിത്ര ലോകം, അല്ലെങ്കിൽ നാട് വിട ചൊല്ലും. 3 മണിക്കാണ് വടക്കൻ പറവൂർ ചിറ്റാറ്റുകരയ്ക്കടുത്ത് നീണ്ടൂരിലെ ലാഫിംഗ് വില്ല എന്ന വീട്ടുവളപ്പിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുക. ഔദ്യോഗിക ബഹുമതികളുടെ കാര്യത്തിൽ തീരുമാനമായി വരുന്നതേയുള്ളൂ. മതാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും വേണ്ടതില്ല എന്ന് സലീംകുമാർ നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഒഴിവാവില്ല. പക്ഷേ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വടക്കൻ പറവൂരിലും വീട്ടിലുമൊക്കെയായി വലിയ ഒരു ജനസഞ്ചയം എത്തിച്ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹം 8 മണിയോടുകൂടി ഇവിടെ അമൃത ആശുപത്രിയിൽ നിന്ന് വടക്കൻ പറവൂർ ടൗൺ ഹാളിലേക്ക് പൊതുദർശനത്തിനായി മാറ്റും.